ഇവിടെ വരെയല്ലേ നമ്മൾ ഇന്നലെ വന്നേ? അതന്നെ. അപ്പൊ ഇവിടെ എവിടെയോ ആണ്. ആരോടും ചോദിച്ചു നോക്കിയാലോ? അതെ, ഒരു ചേട്ടൻ വരുന്നുണ്ട്, ചോദിച്ചു നോക്ക്. ചേട്ടാ. എന്തു മോനെ? ചേട്ടാ, ഈ ക്ലൗഡൈൻ എന്ന് പറഞ്ഞ വീടേതാ? അയ്യോ മക്കളെ, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എന്തു വെച്ചു ചേട്ടാ? നിങ്ങളവിടെ കുടുംബക്കാരെങ്കിലും ആണോ? അല്ല, ഞങ്ങക്ക് ഒരു സാധനം കൊടുക്കാണ്ടായിരുന്നു ചേട്ടാ, അതാ. ആ വീട്ടിലേക്ക് അങ്ങനെ ആരും പോലില്ല. അതെന്താ? ആ വീട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും പേടിയാ. എന്തുകൊണ്ടാ? അവര് ഭയങ്കര വൃത്തികെട്ട ആൾക്കാരാ മോനെ. ഫുൾ അടിയും കുത്തും കൊലയൊക്കെ ആയിട്ട് നടക്കുന്നേ. ആണോ? അല്ല, ഏതാ വഴി? ഞങ്ങക്ക് കുറച്ച് അർജന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നേ. ഇവിടുന്ന് നേരെ പോയിട്ട് ഇടത്തോട്ട്, പിന്നെ അങ്ങോട്ട് കാടാ. ആ കാടിന്റെ ഉള്ളിലേക്ക് പോയാൽ മതി. ഓക്കെ ചേട്ടാ. മോനെ സൂക്ഷിച്ചു പോണേ. അവിടേക്ക് പോയാലും തിരിച്ചു വന്നിട്ടില്ല, അതാ. ചേട്ടാ. അനു, ഉം. എന്തേ? എടാ, പോണോ? എനിക്കെന്തോ പേടി പോലെ. അത് ഈ നാട്ടുകാരോരോന്ന് പറയുന്നല്ലേ, നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എന്നാ നീ വിട്. ചേടാ, ഈ പെണ്ണിതെവിടെ? എനിക്ക് തോന്നുന്നു അവളെ എണീച്ചുണ്ടാവില്ല. മിക്കവാറും എണീച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ചിന്നോ. മക്കളോട് ഞാൻ എപ്പ വരാനാ പറഞ്ഞേ? 9 മണി. ഇപ്പൊ സമയത്രയായി? 8:30. എന്തിനാണോ ഇത്ര നേരത്തെ കയറി വരുന്നത്? എടി, നേരത്തെ വന്നാ പണി തീരുമല്ലോ. എന്റെ പൊന്ന് ചിന്നോ, എന്റെ അവസ്ഥയും കൂടി നീ ആലോചിച്ച് നോക്ക്. ഈ ചെക്കൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. എന്നാലും നീ എന്തിനാണ് ഇത്ര നേരത്തെ? എടി, അത് പിന്നെ അത് നമ്മളെ സ്കൂളിൽ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ഇല്ലേ, അതിന് അവർക്ക് 8 മണിക്കാ പ്രാക്ടീസ്. അപ്പം ഞാൻ ഇത്രയും നേരം അവിടെ ഇരുന്നു. അപ്പം പിന്നെ ഇനിയിപ്പം ഞാൻ വീട്ടിൽ പോയാൽ തിരിച്ചു വരാൻ എനിക്ക് മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ പോകണ്ട വിചാരിച്ച്. ട്രൂ ലവ് തന്നെ. മനുഷ്യന്റെ ഓർക്കവും കളഞ്ഞ്. സോറി. കേറി വാ. അല്ല, ചായ എന്തുണ്ടോ? വേണ്ട, കുഴപ്പമില്ല. കേറി വാ. പൊന്നെ ചിന്നു, ഇത് നിന്റെ വീട് തന്നെയാ? എന്തേ? അല്ല, നിന്നെ കണ്ടാര് ദരിദ്രവാസി ലുക്കുണ്ടേ. ഇത്ര റിച്ചാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ആക്കല്ലേ. അല്ല, ബ്രോ എവിടെ? അവനൊന്നും എണീച്ചിട്ടുണ്ടാവില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, മീര ഇപ്പൊ വരുമോ? എനിക്കറിയില്ല മോനെ, ഞാൻ വിളിച്ചു നോക്കട്ടെ. നീ എന്തായാലും ഇവിടെ ഇരുന്ന് ചെയ്തോ, ഞാൻ സാധനം എടുത്തോണ്ട് വരാം. എന്നാ ഓക്കെ. ഷേടാ, ഈ മിഥുനെ കൊണ്ട് ഈ ചെക്കൻ എന്തിനാ ഇത്ര രാവിലെ വന്നത്? മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കൂല. സാരില്ല, നേരത്തെ പോയാൽ നേരത്തെ തീരുമല്ലോ. ഈ മൂട്ട ഇതോടെ പോയി, രാവിലെ മുതൽ കണ്ടില്ലല്ലോ. മീരേ, എന്താമ്മേ നീ ഇങ്ങോട്ടാ? ഞാൻ ചിന്നുന്റെ വീട്ടിലേക്ക്. എന്തിന്? ഇന്ന് കോളേജിൽ നിന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രൊജക്ട് ഇന്ന് ചിന്നുന്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വിചാരിച്ച്. അല്ല, എന്ത് പറ്റി? 9 മണി ആയിട്ടല്ലേ? മിഥുന്റെ പണിയമ്മേ. കണ്ടു പഠിക്ക്. കണ്ടോ, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആത്മാർത്ഥത. ഭയങ്കര ആത്മാർത്ഥത തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ മോനെ. നല്ല മോനല്ലേ? അങ്ങനെ വേണ്ടാത്ത ഒരു സ്വഭാവം ഇല്ല. നല്ലോണം പഠിക്കുകയും ചെയ്യും. അതെ അതെ, നല്ല മോനാ. എന്തായാലും പോവാൻ നോക്ക്. പിന്നെ ലേറ്റ് ആയി ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട കേട്ടല്ലോ. പിന്നെ എങ്ങനെ വരും? നീ ഒന്നെങ്കിൽ കിച്ചുവിന്റെ കൂടെ വാ, അല്ലെ സജിനെ വിളിച്ചോ. ഓക്കെ. അല്ലമ്മേ, മോട്ടോ എവിടെ? മോട്ടോ മിട്ടമള വിട്ടു പോയി. അതെന്തിന്? ഇവര് 2-3 ദിവസമായിട്ട് ഭയങ്കര അടിയാ. അത് തീർക്കാൻ പോരാ. എന്തിനാടി? വല്ല ചോക്ലേറ്റിനോ ബിസ്ക്കറ്റിനോ അല്ലോ. എന്തായാലും ഞാൻ പോവാ. പോവാൻ നോക്ക്. അടുത്തിട്ട് വിളിക്കട്ടോ. ശരി. ഷേടാ, ഇതെവിടെ? ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണൂല. ചിന്നോ, ഇനി ഇവളവിടെ പോയതാവും. ചിന്നോ, എന്റെ വാച്ച് എവിടെ? ഏത് വാച്ച്? ബ്ലാക്ക് വാച്ച് എവിടെ? മറ്റേ ബ്ലാക്ക് വാച്ച്. അത് നേരത്തെ ഇറങ്ങി പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു. ചേട്ടനെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഇറങ്ങി പോവാന്ന് പറയാൻ പറഞ്ഞു. ആക്കല്ലേ, മര്യാദക്ക് എന്റെ വാച്ച് തിരിച്ചു തന്നോ? നിന്റെ ആ ചക്ക മരത്തെ വാച്ച് എനിക്കെന്തിനാ? ചിന്നോ, നീ അത് തിരിച്ചു തരുന്നോ? അല്ലെങ്കിൽ കിട്ടൂട്ടോ എന്റെ അടുത്തുനിന്ന്. കിച്ചോ, നീ അടങ്ങി നിന്നോ. ഞാൻ എടുത്തിട്ടില്ല നിന്റെ വാച്ച്. പിന്നത് എവിടെ പോയി? എനിക്കറിയാം, നീ ഏതോ ഒരു സ്ഥലത്ത് ഊരിയിടുന്നത്. ചേടാ, എനിക്ക് ലേറ്റ് ആവുന്നു. തൽക്കാലത്തെ വേറെ ഏതെങ്കിലും വാച്ച് കിട്ടി പോയിക്കോ. അതൊന്നും ഈ ഡ്രസ്സിന് മാച്ച് ആവൂല. എന്നാ നീ വാച്ച് കെട്ടണ്ട. നീ അങ്ങോട്ട് പോയി രാവിലെ തന്നെ. ഞാൻ ഹോസ്പിറ്റലിലേക്ക്. നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോന്നേ? എന്റെ ജോലി എന്താ? ഡോക്ടർ. ഡോക്ടർമാരെന്തിനാ ഹോസ്പിറ്റലിൽ പോവാ? അതിന് നിനക്ക് പണി ഇവിടുത്തെ ഹോസ്പിറ്റലിലല്ലോ. നമ്മളെ ഹോസ്പിറ്റലിൽ എനിക്ക് പോകുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ. എന്നാ വിശദീകരിച്ച് പറഞ്ഞു തരണം, അല്ലാണ്ട് മനസ്സിലാവില്ല. അല്ല, ആരാ വന്നേ? അത് മിഥുനും വിവേകും. മറ്റേ പ്രോജക്റ്റിന്റെ കാര്യമായിരിക്കും. അല്ല, മീര വന്നോ? എന്താ? മീര വന്നിണ്ടോന്ന്. എന്തിനാ നിനക്ക് അവള് വന്നിട്ട്?
ചോദിക്കാൻ പാടില്ലേ? വന്നിട്ടില്ല, വരും. ആ എന്നാ നീ പോയിക്കോ, ഞാൻ വാച്ച് തരട്ടെ. ശരി. സജിനേട്ടൻ പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യമുണ്ട്. ഞാനും ആദ്യം വിചാരിച്ചു വെറുതെ പറഞ്ഞതാണെന്ന്. അല്ല അല്ലേ? അപ്പോ എനിക്ക് സന്തോഷമുള്ളൂ. അമ്മ ചായ. അച്ചടാ, എന്റെ മോൻ എണീച്ചോ? എന്തേ നേരത്തെ പോയത്? എന്താണ് അമ്മേ? പിന്നല്ലാതെ കുറച്ച് നേരത്തെ എണീക്കാൻ പഠിച്ചോട്ടെ സജിനെ. അതെന്തിനാ? അല്ല, കല്യാണം കഴിച്ച് നീ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നീ ഈ നേരത്തെ എണീച്ചു വന്നാലേ നല്ല രസം ഉണ്ടാവും. അവിടുന്ന് ഞാൻ നേരത്തെ എണീച്ചോളാം. എന്റെ പൊന്നമ്മ, അമ്മ വിചാരിക്കുന്ന മാതിരിയൊന്നല്ല ചിന്നു. കല്യാണം കഴിച്ച അവിടുന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. സമ്മതിക്കരുത്. ഉച്ചയാവും എണീച്ച് വരണമെങ്കിൽ. നീ ചായ കുടിക്കേണ്ട, ചോറുണ്ടോ? മീര കോളേജിൽ പോയോ? ഇന്ന് അവർക്ക് കോളേജ് ഒന്നുമില്ല. ഇന്ന് ഞായറാഴ്ച അല്ലല്ലോ, ശനിയാഴ്ച അല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ അവർക്ക് പ്രൊജക്റ്റ് അല്ലേ. എന്നിട്ട് എവിടെ പോയി? ചിന്നുന്റെ വീട്ടില്. എന്തിന്? അവർക്കിന്ന് കോളേജിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല അത്ര. അതുകൊണ്ട് അവർ ചിന്നുന്റെ വീട്ടിൽ ചെയ്യാൻ വിചാരിച്ചു. ചിന്നു എന്നെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ രാവിലെ വിളിക്കോ? രാവിലെയും രാത്രിയൊക്കെ മുടങ്ങാതെ വിളിക്കും അമ്മേ. കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടാ മതി ഈശ്വര. അതൊക്കെ കാണും. എന്നാലും എന്തേ? ആരുമില്ല ഇവിടെ. ഞാനില്ലേ? അമ്മ ഉണ്ട്, അതല്ല, എനിക്ക് അർജുനെ മിസ് ചെയ്യുന്നുണ്ട്. അവനിടയ്ക്ക് അവന്റെ വീട്ടിലും പോണ്ടേ? അവൻ പോകുന്നതിനൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിർത്താതെ വിളിക്കുന്നവനാ. ഇത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല. അതെന്തൊക്കെ? ആർക്കറിയാം. എനിക്കാണെ ചേക്കനെ കാണാനായിട്ട് എന്തോ പോലെ. എനിക്ക് അവനില്ലാതെ ജീവിക്കാനേ പറ്റൂല. അതെനിക്കറിയാലോ. അർജുനെ, പേടിയാവുന്നുണ്ട് ട്ടോ. എന്തിന്? എനിക്കറിയൂല. നിനക്ക് വീട് ഇതാന്ന് ഉറപ്പാണോ? ഇതന്നെയാ. എനിക്കെല്ലാം നല്ല വൃത്തിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, അത് നിന്റെ അനിയത്തി തന്നെയാണോന്ന്. ആരോ വരുന്നുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അതാരാണ്? ഈ കാറ് ഞാൻ എവിടെയോ. അർജുനെ, അതാരാ മനസ്സിലായോ നിനക്ക്? ഇല്ല. എടാ, അത് മറ്റവരാ. ആര്? എടാ, എനിക്കൊരു അച്ഛനും അമ്മയില്ലായിരുന്നോ? അതെങ്ങനെ ശരിയാവാ? എടാ, എന്റെ റിയൽ അച്ഛനും അമ്മയല്ല, മറ്റവര്. ഓ, ഇവരെന്തിവിടെ? നിക്ക് നമുക്കത് കേട്ടു നോക്കാം. കേക്ക്. അല്ല, നമ്മൾ തമ്മിലുള്ള പൈസന്റെ ഇടപാട് കഴിഞ്ഞിട്ടില്ലല്ലോ. കുട്ടീനെ നിങ്ങൾ കൊണ്ടുപോയി, വീട് നിങ്ങൾ കൊണ്ടുപോയി, ഇനിയും കടം ബാക്കിയുണ്ടേ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തരാനേ. കൊറേ കാലായി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്ന് കേൾക്കുന്നേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടീനെ കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്നാ നിങ്ങൾ ആ കുട്ടീനെ ഇങ്ങോട്ട് തന്നേക്കുന്നേ. ഞാൻ തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും തന്ന പൈസ അങ്ങ് തിരിച്ചു വെച്ചിട്ട് പോയാ മതി. എന്നുവെച്ചാ? ആർക്കറിയാം. അർജുന, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. അതായത് എന്റെ അനിയത്തി തന്നെ അവള്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ലാതെ അവൾക്ക് ആ കുട്ടീനെ കൊടുക്കേണ്ട ആവശ്യം എന്താ? എന്നുവെച്ചാ നിന്റെ അനിയത്തിനെ അവരീ മന്ത്രവാദിക്ക് വിറ്റെന്നാ? അതന്നെ. അതായത് ഈ സ്ത്രീക്ക് പൈസ കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുപോകാന്നാ തോന്നുന്നേ. ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യാണല്ലോ. ഇയാൾക്ക് മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് പൊട്ടാനുണ്ട്. അന്ന് നിന്നെ കൊണ്ടുവരുമ്പോഴേ ഇയാളെ ഞാൻ നോട്ടിട്ട് വെച്ചതാ. നമ്മളെപ്പോഴാ ആക്ഷൻ എടുക്കുക? വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്ക. കൊണ്ടുപോ നിന്റെ കൊച്ച്, എനിക്കൊന്നും വേണ്ട. അർജുനെ, നമുക്ക് നീ ചെയ്യണ്ടേ? നമുക്ക് ചെയ്യാൻ സമയായോ? ഒരു 5 മിനിറ്റും കൂടി കാത്തുക്ക്. എന്തു നോക്കിക്ക കൊച്ചേ, വാ പോവാ. ഞങ്ങൾ ആരെ ആയിക്കോട്ടെ, നിനക്ക് വരാൻ പറ്റുമോ? അല്ല പിന്നെ ആരാന്നറിയാനിട്ടാ. പോവാ നോക്ക് കൊച്ചേ. നീ പോന്നോ അതോ ഒന്ന് പോയ കൊച്ചേ? പോ അവിടുന്ന്. അയ്യോ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. നീ വാ. ഇതിനെ നോക്കി എഴുതണേ. ആടി. എന്തായി മക്കളെ, ഇന്ന് വല്ലതും നടക്കുവോ? അതൊക്കെ നടക്കും ബ്രോ, ഇപ്പൊ തന്നെ പകുതി കഴിഞ്ഞ്. എന്നാ കുഴപ്പമില്ല. ചേട്ടൻ ഡോക്ടറാ? അതെ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാണുന്നേ. ചിന്നു എന്റെ വാച്ച് കണ്ടുപിടിച്ച് വെക്കണേ. പിന്നെ എനിക്കതല്ലേ പണി. നീ ഓരോ സ്ഥലത്ത് കൊണ്ട് ഊരിട്ടിട്ട് ഇനി ഞാൻ കണ്ടുപിടിക്കാൻ വരാം. എന്തടി പ്ലീസ്. ഞങ്ങളേറ്റ് ബ്രോ, ഞങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. പോരെ? അവന് നിന്നേക്കാൾ സ്നേഹമുണ്ട് എന്നോട്. ശരി, ഞാൻ പോവാ. ഓക്കെ എന്നാ. ഓക്കെ. എന്താ വ്യൂ. ആഹാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിനക്ക് നോക്കി കണ്ട് നടന്നൂടെ പെണ്ണേ? എന്താ? അല്ല, ഇതെന്താ ഈ വേഷത്തില്? ഞാനൊരു ഡോക്ടറല്ലേ? ശരിയാണല്ലോ. അയ്യോ, എന്താണ്? എന്ത്? ഒന്നുമില്ല. അതെ. അപ്പൊ സജിനേട്ടൻ പറഞ്ഞാല് കാര്യണ്ടല്ലേ? അവനെന്താ നിന്നോട് പറഞ്ഞേ?
അതൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്കിഷ്ടായി. നീ എന്ത് വിചാരിച്ച്? ഞാനൊന്നും അറിയുന്നില്ലാന്നോ? നിന്റെ ഓരോ നീക്കോ ഞാൻ അറിയുന്നുണ്ട്. കേട്ടലോടാ കിച്ചോ? അതിന് ഞങ്ങൾ തമ്മിലൊന്നുമില്ല. എന്തിനാ മീര നീ കിടന്ന് ഈ ഉരുളുന്നേ? സത്യം ഒന്നുമില്ല. ഓ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. ഞാൻ എന്തു പറയാനാ? കണ്ടോ, അവനറിയാം സത്യം എന്താന്ന്. എന്നാലും മീര ഒരു വാക്ക് പറയായിരുന്നു. അതന്നെ, സങ്കടുണ്ട് മീരെ. എന്റെ ഈശ്വരാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല. അത് നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഓ എന്തേലും ഓട്ടെ, ഞാൻ പോവാ. നീ മുങ്ങാനൊന്നും നോക്കണ്ട, നിന്നെ ഞാൻ പിടിച്ചോളാം കേട്ടല്ലോ. എന്തായാലും ഇപ്പത്തേക്ക് ഞാൻ അച്ഛനോടും അമ്മയോടും പറയുന്നില്ല. എന്റെ ഈശ്വര, ഇനി എന്തിനു പറഞ്ഞ് മനസ്സിലാക്കും? ബ്രോന്റെ കോളർ കറക്റ്റ് അല്ല കേട്ടോ, കോട്ടിന്റെ. ഓ ആണോ? ചിന്നു ഞാൻ പോട്ടെന്നാ. അത് കറക്റ്റ് അല്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ ആയല്ലോ അല്ലേ? അല്ല എങ്ങനെ പോന്നേ? അമ്മ പറഞ്ഞത് ഒന്നെങ്കിൽ സജനേട്ടനെ വിളിക്കാൻ, അല്ല ചേട്ടൻ്റെ കൂടെ പോയിക്കോളാനാ. എന്നാ ഞാൻ വന്നിട്ട് പോയാ മതി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര തിരക്കായിരുന്നു അല്ലേ മിഥുനെ? ആ അതെ അതെ. പോട്ടെ. എന്തെന്ന് പറ. ഞാൻ എന്ത് പറയാനാ? അല്ല നോക്കിപ്പോന്നോ അങ്ങനെ എന്തെങ്കിലും? നോക്കിപ്പോ. ശരി എന്നാ, ലവ് യു. വെറുതെ. അവൻ പോയി. എന്താ ചിന്ന നിനക്ക്? എനിക്കല്ലല്ലോ, ഇവിടെ വേറെ പലർക്കും അല്ലേ പ്രശ്നം. ഞാൻ നിനക്ക് എന്നോട് പറയായിരുന്നല്ലോ. ഇവിടെ അതിന് പറയാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഞാൻ നിന്റെ ചേട്ടനെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലില്ല. ഓ പിന്നെ എടി ഒന്ന് വിശ്വസിക്കേ. ഞാൻ വിശ്വസിച്ച് നീ വന്നിരുന്ന് ചെയ്യാൻ നോക്ക്. ഈ ചെക്കനിത് എവിടെ പോയി കിടക്കുക? വീട്ടിലില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. നിനക്ക് അന്നേ ഒന്ന് ഞാൻ തരണമെന്ന് വിചാരിച്ചതാ. വിടടോ. നീ എന്താടി വിചാരിച്ചത്? നിന്നെ ഞങ്ങളെ കൈ കിട്ടൂലാണോ? മര്യാദക്ക് വിട്ടോ. വിട്ടില്ലെങ്കി അടങ്ങി നിന്നോണം കേട്ടല്ലോ. ഒന്ന് കളയൂലെങ്കി നിനക്കറിയാലോ എന്നെ. അർജുനെ, അവളൊരു അർജുനും. ഇനി നിന്നെ ആരെ രക്ഷിക്കാൻ വരുടി? അവനെ ഞങ്ങളങ്ങ് കൊന്നുകളയും. അവളൊരു രക്ഷകൻ. നിങ്ങൾ വിട്ടോ, ഇല്ലേ നിങ്ങൾ അന്ത്യം ഇവിടെ നടക്കൂ. നീ ആരാടാ ഈ പേടിപ്പിക്കുന്നേ? എനിക്കെന്തേ സംഭവിച്ചാണ്ടല്ലോ. സംഭവിച്ചാ നിന്നെ ഞാനങ്ങ് കൊന്നുകളയാൻ തീരുമാനിച്ചു. നീ എന്ത് ചെയ്യടാ? അന്നേ നിനക്ക് 2 എണ്ണം തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പോഴെങ്കിലും അവസരം കിട്ടിയല്ലോ. നീ ചത്തേക്കടാ. നീയൊക്കെ ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നേ? അവനൊന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യില്ല കേട്ടോ. കൊന്നു കളയുള്ളൂ. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അത് ഞാനങ്ങ് തീർത്തു തരാം. എന്റെ വലിയൊരാഗ്രഹമായിരുന്നു എന്റെ കൈകൊണ്ട് നീ തീരണമെന്ന്. അതിനെ ഈ ലോകം അവസാനിക്കണം. സജിനെ നീ ഏതാടാ ഇനി? ഞാനോ? ഞാൻ അവന്റെ അനിയൻ. എന്തേ? വിടടാ അവനെ. വിട്ടില്ലെങ്കി വീടിക്കും. ആ ഓക്കെ അല്ലേ? സജിനെ ഓ തുടങ്ങാലോ അല്ലേ ചേട്ടാ? പിന്നെ അല്ല നിന്നൊക്കെ ഞാൻ സജിനെ തുടങ്ങി. അന്ന് ഞാൻ മിണ്ടാതിരുന്നു വെച്ച് എന്റെ കൈക്ക് ബലല്ലാന്നല്ല, നീ എന്റെ ചെക്കന്റെ മേല് കൈ വെച്ചല്ലേ? ഇല്ലടാ മോർ. ഇനി മേല ഇങ്ങനത്തെ പരിപാടി നിങ്ങൾ കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ. നേരത്തെ പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയുന്നു. തിരിച്ച് അതേപോലെ അങ്ങ് സംഭവിക്കും. എനിക്ക് ഒരുത്തനെ പേടിയില്ല. ഇപ്പോഴത്തേക്ക് വിട്ട് ഇനി ഇങ്ങനത്തെ ചീപ്പ് പരിപാടിയും കൊണ്ട് വന്നാട്ടല്ലോ വെച്ചേക്കില്ല രണ്ടിനെയും കേട്ടല്ലോ. ഓ ശരി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ?
നിങ്ങള് ശരിക്കും ഏട്ടനോ അനിയനോ? അതെ. സ്വന്തം ഏട്ടനോ അനിയനോ? ആ അതെ. എന്നാ ഞങ്ങൾ പോട്ടെ. പോവാ നോക്ക്. അനിയ എന്താടാ നീ എന്നാ എന്റെ അനിയനായത്? അതൊരു മാസിന് പറഞ്ഞതാ. അപ്പൊ ശരിക്കും അല്ല ആണോ? നിനക്കെന്താ തോന്നുന്നേ? അതിന് ചാൻസ് ഇല്ല. എന്നാലേ ആണെന്നങ്ങ് കൂട്ടിക്കോ. ശരിക്കോ? ആ നീ അല്ലാതെ പിന്നെ ആരാ ഉള്ളേ? എന്നാ പോയാലോ? പോവാ. ചേച്ചിനെ കിട്ടിയപ്പോ സന്തോഷായോ? ആ അതാണ് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടേ. താങ്ക്സ്. വെൽക്കം. കിരണേ, നിന്നെ മാഡം വിളിക്കുന്നുണ്ട്. എന്തിന്? ആ ഏതൊരു പേഷ്യന്റ് ഉണ്ട് ഇത്ര. ചെല്ല്. എടി നിനക്ക് ഇങ്ങനെ എനിക്ക് പണി വാങ്ങി തരലാണോ പണി? ഇതൊക്കെയല്ലേ മോനെ ഒരു രസം. പ്രിയ നീ കളിക്കല്ലേ? നീ പോകുന്നുണ്ടോ? എനിക്ക് വീട്ടിൽ പോണോ? നീ ഈ പേഷ്യന്റും കൂടി കഴിഞ്ഞിട്ട് പോയിക്കോന്നേ. വൃത്തിയായിട്ടൊരു പണി. നീ ആയിട്ട് എടുത്തു വെച്ചതല്ലേ. ചെല്ല്. ശരി. ഇവനോ? ആഹാ എന്റെ കൈ തന്നെ ഒന്ന് പെട്ടല്ലോ വീണ്ടും. ഹലോ മിസ്റ്റർ നിവാൻ, ഗുഡ് ഈവനിങ്. നീ എന്തെവിടെ? എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ എന്തെവിടെയെന്നു? കൈക്കും തുറ്റി? അത് പേടിക്കണ്ട കേട്ടോ, ഞാനൊന്നും ചെയ്യൂല. എങ്ങനെയുണ്ട് കൈക്ക്? നല്ല വേദന ഉണ്ട്. ഓഹോ, ഒന്ന് ബെഡിലിരിക്കും നോക്കട്ടെ. പേടിയോടാ നിനക്ക്? ചെറുതായിട്ട്. അച്ചോടാ പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ എങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ? കൊഴപ്പില്ല. എന്ത്? ആ കൈ ഇപ്പോ പെൺകുട്ടികളുണ്ടോ നിവാനെ? ഇല്ല. ആ എന്താ എന്റെ കൈക്ക് പറ്റിയത്? അത് കയ്യിലിരിപ്പിന്റെ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്കൊന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് പോയിക്കോ. ഓവർ അനക്കാനും നിക്കണ്ട. ശരി, അപ്പൊ ഓക്കെ എന്നാ. ഹലോ ചേട്ടാ, എന്തായി? ലോറിയൊക്കെ സെറ്റല്ലേ? ആ ചേട്ടൻ എപ്പോ പണി തീർക്കുന്നോ അപ്പൊ ചേട്ടന്റെ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞ എമൗണ്ട് കയറുന്നതായിരിക്കും. ഇതെന്റെ വാക്കാ. അതൊന്നും കുഴപ്പമില്ല. പോലീസുകാരൊന്നും അറിയ പോലുമില്ല. അപ്പൊ എന്നാ ഓക്കെ, പണി തുടങ്ങിക്കോ. ഓ ആയിക്കോട്ടെ. മോനെ കിരണേട്ടാ, നീ എന്താ പറഞ്ഞേ? മീരേനെ ഞാൻ നോക്കിയാ നീ എന്നെ കൊന്നു കളയുന്നല്ലേ? കൊന്നുകളയാൻ ഇനി ആളുണ്ടായിട്ട് വേണ്ടേ? ഇന്നത്തോടെ കിരൺ എന്ന ചാപ്റ്ററെ അങ്ങ് തീരും. ഓ ഈ കൈയാണെങ്കി. ചിന്ന ഞാൻ പോട്ടെ. എടി ചേട്ടൻ വന്നിട്ട് പോയ പോരെ? ഇത്ര നേരം കിച്ചേട്ടൻ വന്നില്ലല്ലോ. ശരിയാ, ഇവനിത് എവിടെ പോയി കിടക്കണോ? അല്ലെങ്കിലും ഒന്ന് വിചാരിച്ചൂടെ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന്? എടി എന്താ എമർജൻസി ഉണ്ടാവൂതാ. ഞാനെന്നാ ചേട്ടനെ വിളിക്കട്ടെ. നീ പോവാ, ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കണ്ടേ? കിച്ചേട്ടൻ ഞാൻ വരില്ലേ? വരായിരിക്കൂലേ. മീരേ എന്തേ? എനിക്കെന്തോ ടെൻഷൻ പോലെ. എന്തിന്? അല്ല, ചേട്ടൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, വരുന്നില്ല. നീ ടെൻഷൻ ആവണ്ട, അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. നിക്ക്, ഞാൻ വിളിച്ചു നോക്കാം. കിട്ടുന്നുണ്ടോ? നിക്ക്, ഒന്ന് അടിക്കട്ടെ. നിക്ക്, ഒന്നുകൂടി വിളിച്ചു നോക്കാം. എനിക്കെന്തൊരു പേടി വരുന്നേ. തോന്നുന്നതായിരിക്കും. ഹലോ, കിട്ടിയോ? ഇതാരാ? ആണോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്താ ചിന്നോ? എന്താണ് നീ ഇതിന് കരയുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. നീ വാ. എന്ത് പ്രശ്നം പറ. ടെൻഷൻ അടിപ്പിക്കില്ല മീരേ.